ഗൈസ്, ഇതിനിടയ്ക്ക് ഈ ചാനലുകാർ എന്തൊക്കെയാ പടച്ചു വിടുന്നത്? ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇന്ത്യക്കാർ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇതാ 2 മണിക്കൂർ നിർവചിക്കാൻ രീതിയിൽ യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. ജ്യൂസ് ഉമ്മട്ടിക്ക ജ്യൂസ്. ഇത്രയേ ഉള്ളൂ ഗൈസ് അവിടുത്തെ അവസ്ഥ. നമ്മൾ കരുതും പോലെ എന്നല്ല ഈ ചാനലുകാർ എന്നാ പടച്ചു വിടുന്നത്. ചീപ്പ് TRP റേറ്റിങ്ങിന് വേണ്ടി ആൾക്കാരെ പാനിക് ആക്കുക. എത്രയോ പാവപ്പെട്ട അച്ഛന്മാര്, പ്രായമായവര്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ ചാനൽ, ഈ ന്യൂസ് കാണുക. ഈ ഒരു മെസ്സേജ് കേട്ടോ, അച്ഛനമ്മ ഓർക്കട്ടെ, അവിടെ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ സമയം ഏകദേശം 11:48 UAE ടൈം. അപ്പൊ നാട്ടിൽ എത്ര സമയം? 12:48 പ്ലസ് എങ്ങനെ വരും 1:15 എന്റെ അച്ഛനമ്മ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ ന്യൂസുകാർ വെറുതെ റേറ്റിങ്ങിന് വേണ്ടിട്ട് ഇമാതിരി പരിപാടി കാണിക്കരുത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ദൈവം സഹായിച്ച് ഇതുവരെ അവര് സേഫ് ആണ്. നമ്മുടെയും സുഹൃത്തുക്കള്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നിൽപ്പുണ്ട്. നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോഴും ദൈവം സഹായിച്ച് ഇതുവരെ അവർ സേഫ് ആണ്. വെറുതെ ചീപ്പ് TRP റേറ്റിങ്ങിന് വേണ്ടി ചാനലുകാർ ആൾക്കാരെ ഇങ്ങനെ പാനിക് ആക്കുക. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവന്റെയൊക്കെ വായിക്കാത്തിട്ട് പൊട്ടിക്കണമെന്നാണ് പറയുന്നത്. ആദ്യത്തെ മിസൈല് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ദുബായിൽ യുദ്ധമുണ്ടോ ഇല്ലയോ. നമ്മളിപ്പോഴും എവിടെയുള്ളത്? ഞങ്ങൾ തന്നെ വോളണ്ടിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായിൽ യാതൊരു പ്രശ്നമില്ല, വളരെ സുരക്ഷിതമായിട്ട് നമുക്ക്. ഇസ്രായേലിൽ നിൽക്കുന്ന ആൾക്കാരും വീഡിയോ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ നാട്ടിലെ ന്യൂസ് നടക്കുന്ന പോലെ സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം ഇപ്പൊ അവിടെ എല്ലാം അലാറം അടിച്ചിട്ട് ഇതുവരെ അവർ സേഫ് ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. യുദ്ധം നടക്കുന്നുണ്ട്, ശരിയാണ്. ഇസ്രായേലിൽ നടക്കുന്നുണ്ട്, GCC കൺട്രിയിലും നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്തിനാണ് പാനിക് ആക്കുന്ന ആൾക്കാരെ? അടുത്ത 2 മണിക്കൂർ എന്തും സംഭവിക്കാം. എന്നാ പടച്ചു വിടുന്ന ഈ ചാനലുകാർ? ദൈവം സഹായിച്ച് അവർക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങളായിട്ട് ഒരു പ്രശ്നം ആക്കാതിരുന്നാൽ മതി. വെറുതെ TRP റേറ്റിംഗിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നതെന്നാണ് ഈ ന്യൂസ് ചാനലുകളോട് പറയാനുള്ളത്.